ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഹാജരായിട്ട് തൻ്റെ വിശപ്പിനെക്കുറിച്ചും വിഷമാവസ്ഥയെക്കുറിച്ചും അറിയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുകളിലെല്ലാം ആളയച്ചെങ്കിലും അവിടെയൊന്നും യാതൊരു വസ്തുവും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ നേരെ തിരിഞ്ഞു. ഇദ്ദേഹത്തിന് ഒരു രാത്രി സൽക്കരിക്കുന്നതിന് ആര് തയ്യാറുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അദ്ദേഹത്തെ സൽക്കരിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം അതിഥിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി തൻ്റെ ഭാര്യയോട്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച അതിഥിയാണ്. ഇദ്ദേഹത്തെ എത്രമാത്രം കൂടുതൽ ബഹുമാനിക്കുവാൻ കഴിയുമോ അതിൽ വീഴ്ച വരുത്തുകയോ വീട്ടിലുള്ള ഒരു സാധനവും മറച്ചു വെക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അള്ളാഹുവിൽ സത്യമായി, കുട്ടികൾക്ക് മാത്രം മതിയാവുന്ന കുറച്ച് ഭക്ഷണമല്ലാതെ വീട്ടിൽ യാതൊരു സാധനവുമില്ല എന്ന മറുപടി പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ എന്തെങ്കിലും സൂത്രങ്ങൾ പറഞ്ഞു ഉറക്കണം. അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ നീ ഭക്ഷണം കൊണ്ടുവരികയും നാമും അദ്ദേഹത്തോടൊപ്പം ഇരിക്കുകയും ചെയ്തതിനു ശേഷം നീ വിളക്കിൻ്റെ തിരി നന്നാക്കാനെന്ന ഭാവത്തിൽ എഴുന്നേറ്റ് പോയി വിളക്ക് കിടത്തിക്കളയണം. അങ്ങനെ ഭർത്താവിൻ്റെ നിർദ്ദേശം പോലെ തന്നെ ഭാര്യ പ്രവർത്തിക്കുകയും അവർ രണ്ടുപേരും കുഞ്ഞുങ്ങളും പട്ടിണി കിടന്നുകൊണ്ട് അതിഥിയെ സൽക്കരിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ സംബന്ധിച്ചാണ് അവർക്ക് വിശപ്പുള്ളതിനോടു കൂടി തന്നെ അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ മറ്റുള്ളവർക്ക് അവർ മുൻഗണന നൽകുന്നു. യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസാസത്തും എന്ന ആയത്ത് ഇറങ്ങിയത്. ഇതേ രീതിയിലുള്ള അനേകം സംഭവങ്ങൾ സഹാബാക്കളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്.